നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കർത്താവ് പറയുന്നു. പക്ഷെ എന്താണ് ചോദിക്കേണ്ടത്? അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകുമെന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് നന്മകളാണ്. ആത്മീയമായ നന്മകൾ നമ്മൾ ചോദിക്കണം, ഭൗതികമായ നന്മകൾ നമ്മൾ ചോദിക്കണം. നമ്മൾ വെറും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, നന്മകൾ മാത്രം ചോദിച്ചാൽ പോരാ, മറിച്ച് ആത്മീയമായ നന്മകളും കൂടി ഈശോയെ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് തമ്പുരാൻ ഉത്തരം നൽകും. അതുകൊണ്ട് നമ്മുടെ യാചനകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെയും ആത്മീയമായ നന്മകൾക്കും കൂടി വേണ്ടിയായിരിക്കണം. ഓരോ വിശുദ്ധ ബലിയിലും നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. ആ നിയോഗങ്ങളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആ നിയോഗങ്ങൾ ആത്മീയമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാനും കൂടിയുള്ള നിയോഗങ്ങളായിരിക്കണം. കർത്താവ് പറയുന്നത് അതാണ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.